ഹലോ. അങ്ങനെ ഞാൻ നാട്ടിലെത്തി. ദേ എൻ്റെ ദുബായ് പെട്ടി അൺബോക്സ് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. വന്നിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 10-12 ദിവസമായി കേട്ടോ. ഞാൻ വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ പെട്ടിയൊക്കെ തുറന്ന് എല്ലാം സെപ്പറേറ്റ് ചെയ്തതാണ്. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇതിപ്പോൾ ഞാൻ എപ്പോൾ ഇടുന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി പെട്ടിയൊക്കെ തുറക്കുകയാണ്. എൻ്റെ അമ്മയാണ് വീഡിയോ എടുക്കുന്നത്. അമ്മയ്ക്കും ഭയങ്കര ആകാംക്ഷയായിരുന്നു ഇവളെന്താണ് ഇതിൽ കൊണ്ട് നിറച്ച് വെച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ പെട്ടി ഓപ്പൺ ചെയ്തു. വലിയ കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. നോർമലായിട്ട് സാധാരണ ഒരു മനുഷ്യൻ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണോ കൊണ്ടുവരിക അതൊക്കെ തന്നെയുള്ളൂ. കുറേ ചോക്ലേറ്റ്സും പിന്നെ പിള്ളേർക്ക് കളിക്കേണ്ട സാധനങ്ങളും ബാഗ് ബോക്സ് അങ്ങനെയുള്ള കുറച്ച് അൽക്കുലത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ചേട്ടന്മാരും ആൻറ്റിയും ആപ്പനും ഒക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോഴൊക്കെ ഞാനും ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ കാത്തിരിക്കുകയായിരുന്നു. അവർ വരുന്നുണ്ട്, നാട്ടിൽ വരുന്നുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്തായിരിക്കും കൊണ്ടുവരിക, ഇപ്രാവശ്യം എന്തായിരിക്കും കൊണ്ടുവരിക എന്നുള്ളൊരു ആകാംക്ഷ എന്തായാലും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാനും ഇപ്പോൾ ഫസ്റ്റ് ടൈം ഗൾഫിലൊക്കെ പോയി സ്വന്തമായി അധ്വാനിച്ച് പെട്ടി നിറയെ സാധനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു രസം. എനിക്ക് താഴെയുള്ള കുഞ്ഞുമക്കൾക്കും അങ്ങനെയുള്ള കസിൻസിനും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാനും ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ. കുറച്ച് ചോക്ലേറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പെട്ടിയിൽ കൊള്ളാത്ത കുറച്ച് സാധനങ്ങൾ ഞാൻ ഹാൻഡ് ലഗേജിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചോക്ലേറ്റ്സ് ഞാൻ പുറത്തെടുത്ത് പെട്ടിയിൽ തന്നെ എടുത്തിട്ടതാണ്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ചോക്ലേറ്റ്സൊക്കെയാണ് മേലെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. പിന്നെ കുറേ ചോക്ലേറ്റ്സ്. ഈ പെട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടിയിൽ വലിയ പെട്ടിയാണ് ഇത് സംഭവം. പക്ഷേ ഞാൻ വെച്ചത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചത്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, സ്പേസ് വേഗം കഴിഞ്ഞു പോയി. കുറേ ചോക്ലേറ്റ്സ് ഒന്നും എടുക്കാനും വെക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ഹാൻഡ് ലഗേജിൽ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ ഓരോ മുക്കിനും മൂലയ്ക്കും ചോക്ലേറ്റ്സ് ചെറിയ ചെറിയ പാക്കറ്റ്സൊക്കെ ആയിട്ട് വെച്ചു. വലിയൊരു ബോക്സ് ആയിരുന്നു കേട്ടോ. ആ കാണുന്നത് ഒരുമാതിരി ഒരു വേഫേഴ്സ് പോലത്തെ ഒരു ചോക്ലേറ്റാണ്. അതൊരു വലിയ ബോക്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് വെക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ചുമ്മാ സ്പേസ് വേസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ ആ ബോക്സൊക്കെ അവിടുന്ന് തന്നെ ഒഴിവാക്കിയിട്ട് ചോക്ലേറ്റൊക്കെ സെപ്പറേറ്റ് ഒരു മൂലയ്ക്ക് വേണം വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ബോളൊക്കെ എൻ്റെ ഒരു സിന്ധയുടെ ഒരു ചേച്ചിയുടെ മോനുണ്ട്, കുഞ്ഞുമോൻ, അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെന്താ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ കാണുന്ന ബാഗുകളും പിന്നെ ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ. പക്ഷേ അത് വാച്ചാണ് കേട്ടോ. അങ്ങനെ ഒരു 3 വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കാസിയോയുടെ. അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ എന്താണ്, പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായി പറയേണ്ടതൊന്നും അറിയത്തില്ല എനിക്ക്. പിന്നെ എന്നാലും ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഓരോ സാധനങ്ങളും എടുക്കുന്നത്. ഞാൻ അവിടുന്ന് സാധനം വാങ്ങിക്കുമ്പോൾ തന്നെ ചുമ്മാ ഓരോന്ന് വാങ്ങിക്കൂട്ടിയതല്ല. ഓരോരാൾക്കും എന്ത് കൊടുക്കണം, ഓരോരാളെയും എൻ്റെ കസിൻസായാലും ചേച്ചിമാരായാലും ഓരോരാളെയും മനസ്സിൽ കണ്ടിട്ട് അവർക്കൊക്കെ എന്ത് കൊടുക്കണം എന്ന് അവിടെ നിന്ന് എന്നെ പ്ലാൻ ചെയ്തിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ്. പിന്നെ ആ കാണുന്നത് എന്തൊരു സൂപ്പർ സ്പൈസി നൂഡിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് പാക്കറ്റ് കണ്ട ഒരു ഭംഗിക്ക് എടുത്തിട്ടതാണ് കേട്ടോ. അതത്ര ഹെൽത്തിന് നല്ലതൊന്നും ആയിരിക്കത്തില്ല. കാണുമ്പോഴത്തേന് അതിലൊരുമാതിരി ഡേഞ്ചർ പോലത്തെ ഒരു സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പക്ഷെ കഴിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കൊടുത്തവരൊക്കെ റിവ്യൂ തന്നു കേട്ടോ. പിന്നെ കാണുന്ന ഈ കുറേ ക്രീം അതൊക്കെ തന്നെ ഉള്ളൂ. ഈ നിവ്യയുടെ ക്രീം, ഡോവിൻ്റെ ക്രീം, ഇതൊക്കെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങളാണ്. അതായത് ഞാൻ പറഞ്ഞ ആൻറ്റിയും പാപ്പനും ഒക്കെ വരുമ്പോൾ അവരൊക്കെ എനിക്ക് തന്നുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ദുബായിൽ പോയിട്ട് വരുമ്പോഴും കൊണ്ടുവരാൻ അതൊക്കെ തന്നെ ഉള്ളൂ. ദുബായിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ എന്ന് പറയാൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. ഇപ്പോഴും ഈ വക സാധനങ്ങളൊക്കെ തന്നെയാണ് നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകുന്നത്. അവിടെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഞാൻ കണ്ടൊന്നുമില്ല. വലിയൊരു ഷോപ്പിൽ ഞാൻ ആ ഷോപ്പിംഗ് ബ്ലോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വലിയ ഷോപ്പിംഗ് സെൻറ്ററിലും ഞാൻ ഈ വക സാധനങ്ങളൊക്കെ തന്നെ കണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഞാൻ വാങ്ങിക്കൂട്ടി. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാനിങ്ങനെ കലപിലായ എൻ്റെ ചുണ്ടനങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് എന്തിൻ്റെ കേടാണ്, വെറുതെ പൈസ കളയാനോ, എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നൂടെ, ഈ ക്രീമൊക്കെ ആരാണ് ഇപ്പോൾ ഉപയോഗിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ കലപിലാ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് എന്തൊക്കെയോ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കാണുന്ന ചെരുപ്പൊക്കെ ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ, എനിക്ക് വാങ്ങിച്ചാണ്. പിന്നെന്താ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കുറേ ടോയ്സ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ചധികം കുഞ്ഞു പിള്ളേരുണ്ട്, എൻ്റെ കസിൻസിൻ്റെ മക്കളായാലും അങ്ങനെ അവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഷൂസ്, ചെറിയൊരു മോളുണ്ട്,
അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, പക്ഷേ ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ, ഇതൊക്കെ ഒരു മെമ്മറിയാണ്. കാരണം ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹിക്കുമല്ലോ നമ്മളിങ്ങനെ. ഒരാൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും, എന്തായാലും പ്രതീക്ഷിക്കും അവരെന്തായിരിക്കും കൊണ്ടുവരിക, ചോക്ലേറ്റ്സിൻ്റെ കൂടെ എന്തായിരിക്കും നമുക്ക് തരിക എന്നൊക്കെ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കും. പ്രത്യേകിച്ച് നമ്മൾ ചെറുതായിരിക്കുമ്പോൾ എന്തായാലും പ്രതീക്ഷിക്കും. അപ്പോൾ പിന്നെ ഞാൻ ആദ്യമായിട്ടൊക്കെ പോയിട്ട് വരുമ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് കസിൻസ് ഉണ്ട്, അവരുടെ മക്കളുണ്ട്, അപ്പോൾ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ, ഞാൻ ഇപ്പോൾ തുറക്കണത്. ആ വലിയൊരു ഭയങ്കര കട്ടിയുള്ള ബോക്സാണ് അത്, ഒരുമാതിരി സൂട്ട് കേസ് തുറക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അതിൽ നിറയെ കളർ പെൻസിൽസും ക്രയോണ്, പെയിൻറ്റിങ്, അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സെറ്റായിരുന്നു അത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ സെർച്ച് ചെയ്ത് വാങ്ങിച്ചതാണ്. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ, ദുബായിൽ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അവിടെ കുട്ടികളുടെ കയ്യിലിങ്ങനെ ഈ വക പെട്ടി കാണാറുണ്ട്. ഇതിനേക്കാൾ വലിയ പെട്ടിയായിരുന്നു കേട്ടോ അത്, കുറച്ചുകൂടെ ഒരുപാട് കളർ പെൻസിൽസ് ഉള്ള ബോക്സ്. അത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഒരു കസിനുണ്ട്, അവരുടെ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബോക്സ് വാങ്ങിക്കണമെന്ന്. പക്ഷേ എത്ര പരതിയിട്ടോ ആ ഒരു സൈസിലുള്ള ബോക്സ് കാണുന്നുണ്ടായിരുന്നില്ല. ഇതായിരുന്നു അവിടെയുള്ള മാക്സിമം സൈസ്. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു. പിന്നെ കാണുന്ന ഈ ഒരു ബാഗ്, ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഓരോരാളെയും മനസ്സിൽ കണ്ടിട്ട് തന്നെ വാങ്ങിച്ചതാണ്. അങ്ങനെ ബാഗുകളും, പിന്നെ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു, പിന്നെ കുറേ ബോക്സൊക്കെ പല വിധത്തിലുള്ള ബോക്സ് കേട്ടോ. ഞാൻ ഷോപ്പിംഗ് ബ്ലോഗ് ഇട്ടപ്പോഴേ പറഞ്ഞതാണ്, ഓരോ സാധനങ്ങളും കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കിളി പോയി. അത്രയും ടൈപ്പ് ബോക്സ്, നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു നോർമൽ ബോക്സ് അത്രയും ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴത്തെ ഇതേ കാറിൻ്റെ ബോക്സ്, ബസ്സിൻ്റെ ഷേപ്പിലുള്ള ബോക്സ്, ബസ്സിൻ്റെ പോലെ തന്നെ അതിപ്പോൾ കാറിൻ്റെ പോലെ ആകുമ്പോൾ അതിന് ഓരോ പാർട്സായിട്ട് കാറിൻ്റെ ഡോറ് തുറക്കാം, ഡിക്കി തുറക്കാം, അങ്ങനെ ഓരോ ടൈപ്പിലുള്ള ബോക്സുകൾ വരെ കുട്ടികൾക്ക്. അങ്ങനെ പല വിധത്തിലുള്ള, എന്താ പറയുക, ഈ പിള്ളേരൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഷോപ്പിംഗ് ബ്ലോഗിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക കേട്ടോ. ദുബായിൽ ഉള്ളവരാണെങ്കിൽ അവിടെ പോയി ഷോപ്പ് ചെയ്യുകയാണെങ്കിലൊക്കെ നല്ല ലാഭത്തിന് സാധനങ്ങൾ കിട്ടും. പിന്നെ ബാഗുകളൊന്നും എടുത്ത് തീരുന്നില്ല, അത്രയും സാധനങ്ങളൊക്കെ തന്നെ. പിന്നെന്താ, ഇത്രയും ബാഗുകളൊക്കെ എടുത്ത് പുറത്തിടുമ്പോൾ അമ്മ എന്നോട് ചോദിച്ചു. ഞാനിങ്ങനെ ഓരോരാൾക്ക് ഇന്ന ബാഗ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ലാസ്റ്റ് അമ്മയുടെ ഒരു ചോദ്യമുണ്ട്, നീ അപ്പോൾ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കണുണ്ട്. മൂപ്പരൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും ഇല്ല, പക്ഷെ എന്നാലും അപ്പോൾ നീ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഞാൻ വാങ്ങാതിരിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞ പോലെ ഓരോരാളെയും മനസ്സിൽ കാണുന്ന കൂട്ടത്തിൽ അമ്മയും പിന്നെ സിൻ്റയുടെ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മെയിൻ ഐറ്റം ബാം, അതൊക്കെയായിരുന്നു. ഈ പ്രായമായ ആൾക്കാർക്കൊക്കെ ബാമൊക്കെ ഭയങ്കര, എന്താ പറയുക, അവരൊക്കെ. ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു വല്യമ്മ പറഞ്ഞു കേട്ടോ, ഞാൻ പൈസ കൊടുത്തിട്ടാണ് മോളെ ബാം വാങ്ങിക്കുന്നത്, നീ തന്നത് ഭയങ്കര ഒരു ഉപകാരമായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമ്മുടെ മെയിൻ ഒരു ഐറ്റം ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ പെട്ടി കണ്ടിട്ടുണ്ടാവും, പെട്ടിയിൽ ഒരു റെഡ് മാർക്കിങ് ക്രോസ് ഇട്ടിട്ട് ഈ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ 2 കുപ്പി വാങ്ങിച്ചു, ഒന്ന് എൻ്റെ വീട്ടിലേക്കും ഒന്ന് സിന്ധ്യയുടെ വീട്ടിലേക്കും. എന്താണ് പേരൊക്കെ നിങ്ങൾ പിന്നെ കണ്ടു. അങ്ങനെ 2 കുപ്പി ഉണ്ടായിരുന്നു. പിന്നെ കുറേ സോപ്പ്, ക്രീം, ഇതൊക്കെ തന്നെ. നിങ്ങൾക്ക് കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും. ഞാൻ അത്രയും ആഗ്രഹിച്ച് വാങ്ങിച്ചതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഈ പെട്ടി പൊളിക്കുമ്പോൾ, പെട്ടി തുറക്കുമ്പോൾ. അപ്പോൾ 2 കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.